السلام عليكم ورحمة الله وبركاته. الحمد لله كفى والصلاة والسلام على النبي المصطفى وعلى آله وأصحابه أجمعين. സർവ സ്നേഹാദരവുകൾ നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന അന്നൂർ ഇസ്ലാമിക് ക്ലാസ് റൂമിലെ എൻ്റെ പ്രിയപ്പെട്ട സൗഹൃദങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ റജബിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നാം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. വിജ്ഞാനവുമായി ബന്ധപ്പെട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. അറിയുന്നവരും ഉണ്ടാകാം, അറിയാത്തവരും ഉണ്ടാകാം. അതുകൊണ്ട് എല്ലാവരും സശ്രദ്ധം കേട്ടുകൊണ്ട് നാം ഉൾക്കൊള്ളണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇസ്ലാമിക വിശ്വാസങ്ങളുടെ അടിത്തറയാവുന്നു തൗഹീദ്. തൗഹീദുമായി ബന്ധപ്പെട്ടാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളുമായി നാം അഭിമുഖീകരിക്കുന്നത്. ഇസ്ലാമിക വിശ്വാസങ്ങളുടെ അടിത്തറയാണ് തൗഹീദ്. സത്തയിലും വിശേഷണങ്ങളിലും പ്രവർത്തികളിലും അല്ലാഹു ഏകനാണ് എന്ന് വിശ്വസിക്കലാണ് തൗഹീദ്. അല്ലാഹുവിനൊപ്പമോ കൂടെയോ തുല്യമായോ ആരുമില്ല. അല്ലാഹുവിനെ പോലെ ഒരാളും ഇല്ല. അവൻ രൂപമോ മറ്റുള്ളവയിൽ അവതരിക്കലോ അവനില്ല. അവൻ പ്രസവിക്കൂല, പ്രസവിച്ചതും അല്ല. മറ്റൊന്നിൻ്റെ ഭാഗമോ അല്ല, പല ഭാഗങ്ങൾ കൂടി ചേർന്നതോ അല്ല. ദൈവം അല്ലാഹു എന്ന് പറഞ്ഞത് നാം വിശ്വസിക്കേണ്ടത് അല്ലാഹു ഏകനാണ്. അല്ലാഹു ഏകനാണ്. വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് അല്ലാഹുവിൻ്റെ ഏകത്വത്തെ പരിചയപ്പെടുത്തുന്നത് ആ ചെറിയൊരു അധ്യായമാണ്. നിങ്ങൾക്കറിയാം, ഏതു കുഞ്ഞു മനസ്സുകളിലും നാവുകളിലും ഉരവിടുന്നൊരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്ത് എന്താണ്? ഈ സൂറത്തിന് സൂറത്ത് തൗഹീദ് എന്നും പേരുണ്ട്. ഈ വിശുദ്ധമായ ഇഖ്ലാസ് സൂറത്തിന് സൂറത്ത് തൗഹീദ് എന്നും പേരുണ്ട്. ഒന്നാമതായി അല്ലാഹു ഏകനാണെന്ന്. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണെന്ന്. ഖുൽ ഹുവല്ലാഹു അഹദ്, അറിയിക്കുന്നു അല്ലാഹു ഒന്നിനെയും ആശ്രയിക്കുന്നവനോ അല്ല, മറ്റെല്ലാം അവനിലേക്ക് ആശ്രയമുള്ളതുമാണ്. അല്ലാഹു ആരെയും ആശ്രയിക്കുകയില്ല. അല്ലാഹുവിന് എല്ലാവരും ആശ്രയമുള്ളവരുമാണ്. അല്ലാഹു സമദ്, അവൻ പിതാവോ പുത്രനോ അല്ല. ലം യലിദ് വലം യൂലദ്, അവന് തുല്യമായി ആരുമില്ല. വലം യകുൽ ലഹു
കുഫുവൻ അഹദ്. സമ്പൂർണതയുടെ എല്ലാ സിഫത്തുകളും അല്ലാഹുവിനുണ്ട്. ന്യൂനതയുടെ എല്ലാ വിശേഷണങ്ങളിലും നിന്നും അല്ലാഹു പരിശുദ്ധനാണ്. അല്ലാഹു പരിശുദ്ധനാണ്. സൃഷ്ടികളുടെ എല്ലാ പ്രവൃത്തികൾക്കും അല്ലാഹു എല്ലാ പ്രവൃത്തികൾക്കും സൃഷ്ടിക്കുന്നതാണ്. ആർക്കും സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല. അല്ലാഹുവിനെ അറിയാൻ അവൻ്റെ സിഫത്തുകൾ അറിയൽ വാജിബാണ്. അവൻ മാത്രമാണ് യഥാർത്ഥ ഇലാഹ്. അല്ലാഹു മാത്രമാണ് യഥാർത്ഥ ഇലാഹ്. അവൻ എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാണ്. ഉള്ളതൊന്നും ഉള്ളതല്ല. ഉള്ളതിൻ്റെ ഉള്ളിലുള്ളതായ ഉള്ളവൻ നിങ്ങളോട് വിള്ളിടുന്നത്. അതാണ് വിശുദ്ധമായ ഖുർആനിലെ സൂക്തങ്ങൾ. ഈ പ്രപഞ്ചമൊന്നും ഉള്ളതല്ല. നാം കാണുന്ന പ്രപഞ്ചമൊന്നും ഉള്ളതല്ല. ഈ ഉള്ളതിൻ്റെ ഉള്ളതിൽ, ഈ പ്രപഞ്ചത്തിൻ്റെ ഉള്ളതിൽ ഒരു ഉള്ളവനുണ്ട്. അതാരാണ്? ഏകനായ സർവേശ്വരനായ സർവലോക ജയനിയന്താവായ പടച്ച തമ്പുരാനാണ്. അവൻ ആരപുത്രനുമല്ല. അവൻ ആരെയും പ്രസവിച്ചിട്ടുമില്ല. അവൻക്ക് കൂട്ടുകാരില്ല, സ്വന്തക്കാരില്ല, ജ്യേഷ്ഠൻ അനിയന്മാരാരുമില്ല. എന്നാ അല്ലാഹു ഇല്ലയോ? ഉണ്ട് താനും. ഇതാണ് തൗഹീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദുമായി ബന്ധപ്പെട്ട് പഠിക്കാനും അത് മനസ്സിലാക്കാനും അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ സന്തോഷങ്ങളും നേരുകയാണ്. സർവാധിപനായ അല്ലാഹു നമ്മളുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലാഹു തആല മാറ്റി തരുമാറാവട്ടെ. എല്ലാവിധ ഖൈറാത്തുകളും സക്കനാത്തുകളും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.